കാത്തിരിക്കണം എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടായി തോന്നുന്നു. ബുദ്ധിമുട്ട് 3 മണിക്കൂർ വന്നിട്ട് നിന്നടുത്ത് നിൽക്കാൻ അനങ്ങിയിട്ടില്ല. എന്താ അവസ്ഥ? ചൂട് കൂടിയാണ്. എന്താ പറയാനുള്ള? എന്തായാലും ഇതാണ് എന്താ പറയുന്നത്, കുറെ നേരമായില്ലേ? കുറേ നേരമായി വന്നിട്ട്. കഞ്ഞിയോട്ടുള്ളവർക്ക് അലുവ കൊടുക്കുന്ന നമുക്ക് നിൽക്കുന്നവർക്കെല്ലാം വെള്ളവും കാര്യങ്ങളുണ്ട്. ഈ വർഷം നല്ല ചൂടത്ത് ഇതിൽ എവിടെയെങ്കിലും വെള്ളം കാണില്ലേ? അത് അവിടെ ഇടയ്ക്ക് പോകാൻ പറ്റില്ലായിരിക്കും അല്ലേ? ക്യൂ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാകുന്നുണ്ട്. പക്ഷെ നല്ല തിരക്കുണ്ട്. എന്ത് പറയുന്നു, കുറെ നേരമായോ? 1 മണിക്കൂറോളമായി സാധാരണ. പക്ഷെ ഇത്ര ആളുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു തിരക്ക് വരാറ്. താമസമായി ബൂത്തിൽ താമസം. എങ്ങനെയുണ്ട്? സമയമായി വേണ്ട ഇതൊന്നുമില്ല. അവർക്ക് നേരത്തെ പോയി വോട്ട് ചെയ്യാനുള്ള അവകാശം. കുറച്ചു നേരം ആയോ നിൽക്കാൻ? എന്നാലും വോട്ടിൽ നിന്ന് മാറിയിക്കാൻ പറ്റില്ലല്ലോ. തുടർന്ന് ഭരണത്തിൽ വരണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ ആഗ്രഹവും താല്പര്യവും. എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് കാത്തിരുന്ന് ജനങ്ങളുടെ വിധി എന്തായിരിക്കും എന്നുള്ളതിനെ പറ്റി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. മുഖ്യമന്ത്രിയാകാൻ കഴിയുമോ, അല്ലെങ്കിൽ അദ്ദേഹം മാറില്ല വേറെ ആർക്കെങ്കിലും? അതെല്ലാം ആ ചർച്ചയിലേക്ക് ഞാൻ വരുന്നില്ല. കാരണം അതിനകത്ത് തന്നെ 3-4 പേര് ഇങ്ങനെ മുഖ്യമന്ത്രിയാകാൻ നടക്കുന്നുണ്ട്. അതെല്ലാം ഓരോരുത്തരുടെ ആഗ്രഹങ്ങളാണ്. രാഷ്ട്രീയത്തിൽ, പൊതുപ്രവർത്തനത്തിലെല്ലാം രാഷ്ട്രീയത്തിൽ വരുമ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ആഗ്രഹം കാണാം. വി.ഡി. സതീശൻ കാണാം, അതുപോലെ രമേശ് ചെന്നിത്തലയ്ക്ക് കാണാം, വേറെ പലർക്കും കാണാം. അത് സ്വാഭാവികമാണ്. അതിനെപ്പറ്റി ഒന്നും ഞാനൊരു അഭിപ്രായം പറയുന്നത്, ഞാൻ ഒരു അഭിപ്രായം അതിനെപ്പറ്റി പറയാനില്ല. ആരാകണം എന്നുള്ളതിനെ പറ്റി ജനിക്കാൻ പോകുന്ന കൊച്ചിന്റെ പേരിപ്പോഴേണ്ട കാര്യമുണ്ടോ? ജനിച്ചു വരട്ടെ, അപ്പോൾ നമുക്ക്. ഇടത് സർക്കാർ തുടരണം, പിണറായി മുഖ്യമന്ത്രിയെ തുടരണമെന്ന തന്റെ ആഗ്രഹം അത് മറച്ചുവെക്കുന്നില്ല, അത് അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. മുന്നോട്ട് വെച്ച് തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഒപ്പം കോൺഗ്രസിന്റെ സാഹചര്യങ്ങളെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. എന്തായാലും അതിൽ കടുത്ത ഭാഷയിലുള്ള പ്രതികരണത്തിലേക്കൊന്നും അദ്ദേഹം പോകുന്നില്ല. കോൺഗ്രസിൽ ഒന്നിലധികം ആളുകൾ മുഖ്യമന്ത്രിയാകാൻ കാത്തിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതില്ലല്ലോ എന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വരുന്നത്. നമ്മൾ എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ ശ്രീജിത്ത് നിൽക്കുന്ന കോട്ടയത്തെ ആ ബൂത്തിലൊക്കെ വലിയ തിരക്ക് ഈ ഉച്ച സമയത്തും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ നീണ്ട ക്യൂ തന്നെ അവിടെയുണ്ട്. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ബൂത്താണ്. അവിടെ മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്ന ആളുകൾ ഉണ്ട് എന്നതാണ് പറയുന്നത്. പക്ഷേ അവിടെ മെഷീൻ്റെ കംപ്ലൈൻ്റ് ആണോ എന്ന സംശയം ചിലർ പ്രകടിപ്പിക്കുന്നത് കൂടി നമ്മൾ കണ്ടു. സമാനമായ സാഹചര്യമൊക്കെ സംസ്ഥാനത്തെ പലയിടങ്ങളിലും ഇപ്പോഴും ഉണ്ട് എന്ന് വരുന്നു. തിരുവനന്തപുരത്തെ പോളിംഗ് ബൂത്തുകളിൽ സ്ത്രീകളുടെ നീണ്ട നിരയുണ്ട് എന്ന് ഡാൻ കുര്യൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിലേക്കൊക്കെ വിശദമായി നമുക്കെത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.